ഈ മുസ്ലിം എന്ന് കേൾക്കുമ്പം തന്നെ ആദ്യം തന്നെ തോന്നുന്നത് അക്രമം, ഭീകരത, തീവ്രവാദം ഇങ്ങനെയൊക്കെയാണ്. ഇത് ശരിയാണോ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ ഇതിലെ ശരി? നമുക്കെന്തായാലും ഇന്ന് ഇതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ഞെട്ടിക്കുന്ന കണക്ക് ഒരു യു എൻ റിപ്പോർട്ട് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ 85% തീവ്രവാദത്താൽ കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്നുള്ള സത്യത്തെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അറിയാം എന്താണ് ഇതിൻ്റെ ഉള്ളറകളിലേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ തീവ്രവാദം എന്നതിൻ്റെ ആശയത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. എന്ത് കാരണം കൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് ഈ പേരുദോഷം വന്നതും മുസ്ലിങ്ങൾ തന്നെ കൊല്ലപ്പെടുന്നതും നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് തീവ്രവാദം എന്നത് നിരപരാധികളെ ഭയപ്പെടുത്താനും സമൂഹത്തെ ഇല്ലാതാക്കാനും ഒരു രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ വേണ്ടി മാത്രം ചിലർ ഉപയോഗിക്കുന്ന അക്രമമാണ് തീവ്രവാദം എന്നുള്ളതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള അങ്ങനെയല്ല, അവരുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ അവർ നിറവേറ്റാൻ വേണ്ടിയാണ് പലപ്പോഴും തീവ്രവാദത്തെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ലോകത്ത് തീവ്രവാദം ചെയ്തവരിൽ എല്ലാവരും ഒന്നും മുസ്ലിങ്ങളല്ല എന്നുള്ളൊരു സത്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം മതം ഒന്നുമില്ലാത്ത സംഘടനകളും, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റിയുള്ള സംഘടനകളും, അതുപോലെ തന്നെ ബൗദ്ധ തീവ്രവാദ സംഘടനകളും, അതുപോലെ തന്നെ ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകളും, അതുപോലെ യഹൂദ സാഹസിക ഗ്രൂപ്പുകളും എല്ലാം ലോകത്ത് എല്ലായിടത്തും ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരു മതത്തെ മുഴുവൻ കുറ്റപ്പെടുത്തുന്നത് നമുക്കൊരിക്കലും ശരിയായിട്ടുള്ള കാര്യമല്ല. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അയാളുടെ പേര് നമ്മളെപ്പോഴും ചെകയാറുണ്ട്. ആ പേര് ചെകഞ്ഞ് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പറയാം, കൊള്ളാലോ, സമാധാന മതക്കാരാണല്ലോ എന്ന് നമ്മൾ ആദ്യം പറയുമ്പോഴും, നാം എല്ലാവരും പറയുമ്പോഴും സമാധാന മതക്കാരാണല്ലോ എന്ന് പറഞ്ഞ് അവരെ കളിയാക്കുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഒറ്റപ്പെടുത്തുമ്പോഴും എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ഈ പൊട്ടിത്തെറിച്ചാത്ത തീവ്രവാദിക്ക് മതമല്ല, രാഷ്ട്രീയം തന്നെയാണ് അവരുടെ ലക്ഷ്യം എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളെല്ലായ്പ്പോഴും പറയാറുള്ള പോലെ സമാധാന മതക്കാർ, അതെ, ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സമാധാനം എന്നാണ്. അപ്പോൾ മുസ്ലിം എന്നത് മറ്റുള്ളവർക്ക് സുരക്ഷയാകുന്ന ഒരാളാണെന്ന് പ്രവാചകൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഒരു മുസ്ലിമിൻ്റെ നാവും കൈയും മറ്റുള്ളവർക്ക് സുരക്ഷയായിരിക്കണമെന്ന് അദ്ദേഹം ഇസ്ലാമിൻ്റെ തത്വമായി തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഖുർആൻ തീവ്രവാദത്തെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എതിർക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഖുർആൻ തുറന്നു പറയുന്ന ഒരു വാചകമുണ്ട്: ഒരു നിരപരാധിയെ കൊന്നാൽ മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണെന്ന് ഖുർആൻ്റെ 5:32 പറയുന്നുണ്ട്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്, ഇസ്ലാം നിരപരാധികളെ കൊല്ലുന്നത് ഏറ്റവും വലിയ പാവമായി തന്നെ കാണുന്ന ഒരു രീതി നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ പറയുന്ന മറ്റൊരു കൽപ്പനയാണ് ഭൂമിയിൽ അക്രമം സൃഷ്ടിക്കരുത്. ഇത് തന്നെയാണ് ഇന്ന് തീവ്രവാദം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന്, അല്ലെങ്കിൽ ഈ സൂയിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്വയം ഹത്യ ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് ഹറാമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട്, അവർ യുദ്ധം ചെയ്തുകൊണ്ട് സ്വർഗത്തിൽ ഹൂറികളെ തേടിപ്പോയതാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരിക്കലും ഇസ്ലാം ഇവരെ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു മതം ഇവർക്ക് അവിടെ യുദ്ധം ചെയ്തിട്ട് നിങ്ങൾ മറ്റുള്ളവരെ കൊന്നിട്ടോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തിട്ടോ വന്നു കഴിഞ്ഞാൽ, സൂയിസൈഡ് ചെയ്യാൻ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു മതം ഒരിക്കലും അവർക്ക് അവിടെ ഹൂറികളെ തരാം എന്നൊന്നും വാഗ്ദാനം ചെയ്തിട്ട് നമുക്ക് കണ്ടെത്താൻ ഒരിക്കലും സാധിക്കത്തില്ല. അപ്പോൾ ഖുർആനിൽ 1% പോലും ഇതിനൊന്നും പിന്തുണയില്ലാത്ത കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകൻ മുഹമ്മദ് തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 13 വർഷം മക്കയിൽ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരെ കല്ലേറ് വരെ ഉണ്ടായിട്ടുണ്ട്, പീഡനം ഉണ്ടായിട്ടുണ്ട്, കൊലപാതക ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹം പ്രതികാര ബുദ്ധിയോടെ, അല്ലെങ്കിൽ തൻ്റെ ശത്രുക്കളെ നശിപ്പിക്കണം എന്ന രീതിയിൽ പ്രതികാരം ചെയ്തതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തില്ല. ചരിത്രത്തിൻ്റെ ഒരു ഏടുകളിലും നമുക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ തായിഫിലൊക്കെ ശത്രുക്കൾ അവരുടെ കുട്ടികളെ കൊണ്ട് കല്ലെറിയിപ്പിച്ചപ്പോഴും, അദ്ദേഹത്തിൻ്റെ തല പൊട്ടി ചോര ഒഴുകിയപ്പോഴും മൊത്തം അദ്ദേഹം പറഞ്ഞു, ദൈവമേ, ഇവർക്ക് അറിവില്ലാത്തതാണ്, അവർക്ക് നീ മാപ്പാക്കി കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവരുടെ അറിവില്ലായ്മയാണ്, അവരറിയുമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാനുള്ള ശേഷിയുണ്ടെങ്കിൽ അവരൊരിക്കലും എന്നോട് ഞാൻ ചെയ്യത്തില്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഈ മക്കയുടെ അധികാരം കൈ വന്നപ്പോഴും, അല്ലെങ്കിൽ ഇസ്ലാം അവിടെ കൊടികുത്തി വാണപ്പോഴും എല്ലാം അദ്ദേഹം മറ്റുള്ള എല്ലാവരോടും പറഞ്ഞത്, ഇന്നു മുതൽ നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്നാണ്. ശത്രുക്കളോട് പോലും അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണെന്നാണ്. പിന്നെ ഇസ്ലാം ടെററിസം എന്ന തെറ്റായ ചിത്രം എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയല്ല. ചരിത്രം, രാഷ്ട്രീയം, മാധ്യമങ്ങളുടെ ചിത്രീകരണം എല്ലാം കൂടെ ചേർന്നാണ് ഈ പ്രതിച്ഛായ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ബ്രിട്ടീഷ് കോളനികളിലെല്ലാം ഈ മുസ്ലിങ്ങളെ ഭീകരന്മാരായിട്ട് ചിത്രീകരിക്കേണ്ടത് അവരുടെ ഒരു ആവശ്യമായിരുന്നു, ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ആവശ്യമായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, 1979 മുതൽ 1989 വരെ CIA-യും USSRും നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നടത്തിയിട്ടുള്ള ആ ഒരു ചില എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് വളരാൻ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു രാഷ്ട്രീയ യുദ്ധം മാത്രമായിരുന്നു എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള ഒരു യുദ്ധമല്ല. അഫ്ഗാനിസ്ഥാനും USSRും അല്ലെങ്കിൽ CIA-യുമായിട്ടുണ്ടായ ആ ഒരു യുദ്ധം രാഷ്ട്രീയ യുദ്ധം മാത്രമാണ്. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഓയിൽ പൊളിറ്റിക്സ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മിഡിൽ ഈസ്റ്റ്, അല്ലെങ്കിൽ ഇറാഖ്, സിറിയ, ലിബിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ
ഈ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്കിവിടെ മീഡിയയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള നമുക്ക് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള മീഡിയകളെ തന്നെ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഒരു മുസ്ലിം കുറ്റം ചെയ്താൽ അത് ടെററിസ്റ്റാണ്, ആ മുസ്ലിം ടെററിസ്റ്റാണ്. പക്ഷെ മറ്റുള്ളവനാണ് ആ ഒരു തെറ്റ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ അയാൾ മെൻ്റലി അൺസ്റ്റേബിൾ ആണ് എന്നുള്ളൊരു പ്രയോഗമാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. സത്യം തന്നെയല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മെൻ്റലി അൺസ്റ്റേബിൾ ആണെന്ന് പറയുന്നു, ഒരു മുസ്ലിം കുറ്റം ചെയ്താൽ ടെററിസ്റ്റായി മാറുന്നു. ഇതൊരു ഡബിൾ സ്റ്റാൻഡ് ആണെന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. മീഡിയ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെയാണ്. മീഡിയയ്ക്ക് അതിനെ, അല്ലെങ്കിൽ ഈ ഒരു ആശയത്തെ മുസ്ലിം എന്ന് പറയുന്ന ഒരു പേര് കേട്ടാൽ തന്നെ അതിനെ ടെററിസം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വലിയ രീതിയിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിപ്പിച്ചുകൊണ്ട് ഒറ്റപ്പെടുത്തുക എന്നുള്ള ഒരു രീതിയിലേക്ക് പലപ്പോഴും മീഡിയ അതിനെ കൊണ്ടെത്തിക്കാറുണ്ട്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീവ്രവാദത്തിൻ്റെ ഇരകളിൽ 85% മുസ്ലിങ്ങളാണ് എന്നുള്ളതാണ്. അതായത് UN റിപ്പോർട്ടുകൾ പ്രകാരം തീവ്രവാദത്തിൽ മരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ്. ഇറാഖ്, സിറിയ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ എന്നിവിടങ്ങളിലൊക്കെ ഭൂരിഭാഗം ആക്രമണങ്ങളും നടക്കാറുള്ളത് ഈ ഭാഗങ്ങളിലൊക്കെയാണ്. ഇനി ISIS അല്ലെങ്കിൽ താലിബാൻ, അൽ ഖ്വയ്ദ എന്നിവരോടൊക്കെ ഇസ്ലാമിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് പൂർണ്ണമായിട്ട് തന്നെ 100% ഇസ്ലാം എതിരെ തന്നെയാണ്. ഇസ്ലാം നിരോധിക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സംഘങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? നിരപരാധി കൊല്ലൽ, അത് ഹറാമല്ലേ? ഹറാമാണ്. സ്വയം ഹത്യ, ആത്മഹത്യ, ഇത് ഹറാമല്ലേ? ഹറാമാണ്. ആളുകളെ കൂട്ടിയിട്ട് കത്തിക്കൽ അല്ലെങ്കിൽ കെട്ടിയിട്ട് കത്തിക്കൽ, ഇതൊക്കെ ഹറാമാണ്. സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിക്കുന്നത്, ഇതൊക്കെ ഹറാമായിട്ട് ഉള്ള കാര്യങ്ങളാണ്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളെ കൊല്ലരുത്, കുട്ടികളെ കൊല്ലരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും യുദ്ധവേളയിൽ പോലും അത് ഒരു നിയമമായി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സംഘങ്ങൾ ഒരിക്കലും ഇസ്ലാമിൻ്റെ പ്രതിനിധികളല്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവരെല്ലാം ഇസ്ലാം വിരുദ്ധരാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ തീവ്രവാദത്തിന് ഒരു മതമില്ല എന്നുള്ള കാര്യം നമുക്കിപ്പോൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ട്. ഇസ്ലാമിന് തീവ്രവാദവുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും അടുത്ത പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്ത് തന്നെയായിരിക്കും? നമ്മൾ സമാധാനവാദക്കാരെ തീർച്ചയായിട്ടും ആക്ഷേപിക്കാൻ തന്നെ തയ്യാറാവും. കാരണം നമ്മൾ വീണ്ടും നമ്മൾ ഇതുവരെ തുടർന്ന് വന്ന എന്താണോ അത് തന്നെ വീണ്ടും തുടരാനാണ് സാധ്യത വളരെ കൂടുതൽ. അക്രമം ചെയ്യുന്നവർ എല്ലായ്പ്പോഴും മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്ന ആളുകളാണ്. ഖുർആൻ, പ്രവാചകൻ, ഇസ്ലാമിൻ്റെ ചരിത്രം എല്ലാം പറഞ്ഞു തരുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ: മനുഷ്യരെ സംരക്ഷിക്കുക, ഭയം ഇല്ലാതാക്കുക, സമാധാനം വിതയ്ക്കുക. അതായത് തൻ്റെ അയൽവക്കക്കാരൻ തന്നെ കൊണ്ടുള്ള ഭയത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ആ ഭയത്തെ ഇല്ലാതാക്കുന്ന ഒരുത്തൻ മുസ്ലിം ആകത്തില്ല എന്നുള്ളതാണ്. സമാധാനം മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ലോകത്തെ പ്രമുഖരായിട്ടുള്ള ഗവേഷകരൊക്കെ പറയുന്നത് ടെററിസത്തിന് ഒരിക്കലും മതമില്ല എന്നുള്ളതാണ്. ലോകത്തുള്ളതിൽ വെച്ച് മുസ്ലിം ജനസംഖ്യ 200 കോടിയിലധികമാണ്. ഇവരിൽ 0.0001% പോലും തീവ്രവാദത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ളവർ കുറ്റം ചെയ്താൽ മാനസിക പ്രശ്നമാക്കി മാറ്റുന്നതും വ്യക്തിപരമായ വൈരാഗ്യം എന്ന് വാർത്തയിൽ വരും. എന്നാൽ ഒരു മുസ്ലിം കുറ്റം ചെയ്യുകയാണെങ്കിൽ ഇസ്ലാമിക് ടെററിസമായിട്ട് തന്നെ വരുന്നതിൻ്റെ കാരണം എന്താണ്? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് വലിയ വലിയ ബോംബുകൾ പിടിച്ചെടുക്കുമ്പോഴും അതെല്ലാം സ്വയരക്ഷയ്ക്കാണെന്നോ അല്ലെങ്കിൽ മാനസിക വിഭ്രാന്തിയുള്ള ആൾ സൂക്ഷിച്ചതെന്നോ എന്നൊക്കെ വരുമ്പോഴും അവരുടെ കയ്യിൽ നിന്ന് മറ്റ് ആയുധങ്ങളൊക്കെ പിടിക്കുമ്പോഴും അതൊന്നും വലിയ വാർത്തയാവാറില്ല. എന്നിരുന്നാൽ ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മുറ്റത്ത് നിന്നോ പന്നിപ്പടക്കം കണ്ടെടുക്കുകയാണെങ്കിൽ അവൻ്റെ ഗതി അധോഗതിയായി, അവന് വിചാരണ തടവും മറ്റും എല്ലാം അനുഭവിക്കേണ്ടതായിട്ടൊക്കെ വരുന്നൊരു സാഹചര്യം വളരെ കൂടുതലാണ്. ഏറ്റവും അധികമായിട്ട് മീഡിയ ഇസ്ലാമിനെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളൊരു കാര്യവും നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീവ്രവാദത്തിന് എപ്രകാരമാണോ മതമില്ലാതാകുന്നത് അപ്രകാരം തന്നെ അവർക്ക് മനുഷ്യത്വവും ഉണ്ടായിരിക്കുകയില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ലോകത്ത് നടക്കുന്ന തീവ്രവാദങ്ങളുടെ ഭൂരിഭാഗവും മതത്തെ ഉപയോഗിച്ചുകൊണ്ട്, ഒരു ടൂളാക്കിക്കൊണ്ട് മാത്രമാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള സത്യം ഒന്ന് ആഴത്തിൽ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി സ്നേഹം, ഒത്തിരി നന്ദി അറിയിക്കുകയാണ്.